നമ്മുടെ ബെൽഗ്രേഡിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്തത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, രാവിലെ തന്നെ എനർജിക്ക് ഞാനൊരു ക്യാപ്ച്ചിനോ അടിച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കോഫി കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ബെൽഗ്രേഡ് സൂവിലോട്ടാണ്. അത്യാവശ്യം വലിയ സൂ ആണ്. ഒരാൾക്ക് പാസിന് 700 ആവുന്നത്. 700 RST എന്ന് പറയുമ്പോഴത്തേന് ഇവിടുത്തെ ഒരു 5-6 പൗണ്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പം സൂവിൽ അത്യാവശ്യം കാണാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടൊരു മൃഗസ്നേഹികളായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്ത് സൂ ആണ്. എന്നിട്ട് മതി ഫോർട്ടിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ടൈഗറിനൊക്കെ ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്താണല്ലേ ഒരു തലയെടുപ്പ്, ഉലാത്തുകയാണ് കേട്ടോ. അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് വരുന്നു. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര അടുത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരു ടൈഗറിനെ. പിന്നെ കമ്പി വലയൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത് പോയി നിൽക്കുന്നില്ലെങ്കിൽ കാണാമായിരുന്നു, ഓടിയാണ് ഞാൻ. സൂ ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, ഒരുപാടുണ്ട്. അങ്ങനെ ഫുള്ള് കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബെൽഗ്രേഡ് ഫോർട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഇത് ബെൽഗ്രേഡ് ഫോർട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ മാരേജ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂവിൽ അകത്തോട്ട് കയറി അപ്പുറത്ത് വേറൊരു പ്ലേസ് ഉണ്ട്, അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. അതായത് ഫോർട്ട് ഫുള്ള് ചുറ്റി കണ്ടൊന്നുമില്ല. മേലെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങ് പോയിരുന്നു. നടന്ന് ശീലിച്ചതിനാൽ ഇനി ഒരു റിഫ്രഷ്മെന്റ് ആവാം അല്ലേ. ഇത് ബോഹോ ബാർ, ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെ ബാറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. എന്നിട്ട് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോഴത്തേനും ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിൽ ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറ കൂട്ടിക്കെട്ടി ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ട് പുറത്ത് കൊടുത്തിട്ടാണ് വന്നത്. അത് മീൻ അകത്ത് കൊടുത്തിട്ടാണ് അകത്ത് കയറിയത്. പിന്നെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഈ ഒരു സ്ട്രീറ്റിൽ എന്താണ് പറയുന്നത്, ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. Приятно. Thank you. അപ്പോൾ നമ്മളിന്ന് 3 പ്ലേസും കവർ ചെയ്തു. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ ഈവനിങ് സ്പെൻഡ് ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ബെൽഗ്രേഡ് ട്രിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ഇതിൽ കാണുമ്പോൾ ബൈ.